എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ദേവസ്വം ബോർഡ് LDC തസ്തികയിലേക്ക് ഇന്ന് നടത്തിയ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ്. ചോദ്യപേപ്പർ കോഡ് 103/2026. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഗോവർദ്ധന്റെ യാത്രകൾ ആരെഴുതിയതാണ്? ഓപ്ഷൻ ഡി ആനന്ദ്. ഏത് ഭരണാധികാരിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിർത്തലാക്കിയത്? ഓപ്ഷൻ എ റാണി ഗൗരി ലക്ഷ്മിബായി. ബഫല്ലോ നാഷണലിസം എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്? ഓപ്ഷൻ ബി കാഞ്ച ഇളയ്യ. ഭരണഘടനാ നിർമ്മാണ സമിതി വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്? ഓപ്ഷൻ സി 1950 ജനുവരി 24. കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദി? ഭാരതപ്പുഴ, പമ്പ, പെരിയാർ, കബനി. കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് ഓപ്ഷൻ ഡി കബനി. 1984 മെയ് 24 രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻ എ കാസർഗോഡ്. പൗരത്വ നിയമം പാർലമെന്റ് അവസാനമായി ഭേദഗതി ചെയ്തത് എന്നാണ്? ഓപ്ഷൻ ബി 2019 ഡിസംബറിൽ. കേരളത്തിലാദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി. 1937 കേരളത്തിൽ സ്ഥാപിതമായ സർവകലാശാലയുടെ പേര്? ഓപ്ഷൻ ഡി തിരുവിതാംകൂർ സർവകലാശാല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് 1979 സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ എ ഡോക്ടർ വർഗീസ് കുര്യൻ. കേരളത്തിലാദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രം ഏതാണ്? ഓപ്ഷൻ ബി തെന്മല. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിരാംഗങ്ങളിൽ ഉൾപ്പെടാത്തതാര്? ഓപ്ഷൻ സി ഇന്ത്യ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ ഡി 243 കെ. ലോക്പാൽ ബിൽ പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച വർഷം? ഓപ്ഷൻ എ 1968. CBI രൂപീകൃതമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ഓപ്ഷൻ സി സന്താനം കമ്മിറ്റി. സുസ്ഥിര വികസനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച റിപ്പോർട്ട്? ഓപ്ഷൻ ബി ബ്രണ്ട്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഏത് പട്ടികയിലാണ് കാട്ടുപന്നി ഉൾപ്പെടുന്നത്? ഓപ്ഷൻ ബി ഷെഡ്യൂൾ 2. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ഡി പാലക്കാട്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. ബെയർ ഫൂട്ട് പെയിന്റർ എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ ബി MF ഹുസൈൻ. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷം ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി ഡൽഹൌസി. ഗുൽമർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം? ഓപ്ഷൻ ഡി ജമ്മു കശ്മീർ. SIR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഇലക്ഷൻ കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ 2026 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിൽ വക്കീൽ വേഷത്തിൽ ഹാജരായി വാദിച്ച മുഖ്യമന്ത്രി ആരാണ്? ഓപ്ഷൻ ബി മമത ബാനർജി. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2000. ജനറേഷൻ ജെൻസി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഓപ്ഷൻ ഡി 1997 മുതൽ 2012 വരെ ജനിച്ച തലമുറ. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത് പട്ടികയിൽ അവസാനമായി ഉൾപ്പെടുത്തിയ ഭാഷകൾ? ഓപ്ഷൻ എ ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം ഉൾപ്പെടുത്തിയ ഭേദഗതി? ഓപ്ഷൻ ബി
42 ഭേദഗതി. ഓം ബിർള ആരാണ്? ഓം ബിർള ഓപ്ഷൻ സി 18 ലോക്സഭ സ്പീക്കർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ജീവൽ സംബന്ധിയായ വിവരം ലഭിക്കാനുള്ള കാലയളവ് ഓപ്ഷൻ ഡി 2 ദിവസം അഥവാ 48 മണിക്കൂർ. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ എ മധ്യപ്രദേശ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ ഉറപ്പ് പദ്ധതിയുടെ പുതിയ പേര് ഓപ്ഷൻ ബി VBG റാംജി. അമേരിക്കൻ സൈന്യം പുറത്താക്കി അറസ്റ്റ് ചെയ്ത വെനസ്വേലൻ പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻ സി നിക്കോളാസ് മഡൂറോ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ഡി കർണാടകയിലെ ചാംരാജ് നഗർ ജില്ലയിൽ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഓപ്ഷൻ ഡി ഷേർഷാ. ജനറൽ മനോജ് മുകുന്ദ് നരവനെ ആരാണ്? ജനറൽ മനോജ് മുകുന്ദ് നരവനെ ഓപ്ഷൻ എ ഇന്ത്യയുടെ 28ാമത് കരസേനാ മേധാവി. ഏത് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റും 2017 മുതൽ ഒരുമിച്ച് അവതരിപ്പിക്കാൻ ആരംഭിച്ചത്? ഓപ്ഷൻ ബി ബിബേക് ഡെബ്രോയ് കമ്മിറ്റി റിപ്പോർട്ട്. VS അച്യുതാനന്ദന് 2026 ശുപാർശ ചെയ്യപ്പെട്ട പത്മ പുരസ്കാരം ഏതാണ്? ഓപ്ഷൻ സി പത്മവിഭൂഷൺ. പത്മ പുരസ്കാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 എതിരല്ലെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധി ഓപ്ഷൻ സി ബാലാജി രാഘവൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അവാമി ലീഗ് എന്ന ബംഗ്ലാദേശ് പാർട്ടിയുടെ പ്രധാന നേതാവാരാണ്? ഓപ്ഷൻ ഡി ഷെയ്ഖ് ഹസീന. LMV-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്താണ്? ഓപ്ഷൻ എ ISRO വികസിപ്പിച്ച വിക്ഷേപണ വാഹനം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാൾ മുഖ്യമന്ത്രിയായ വ്യക്തി ഓപ്ഷൻ ബി EK നായനാർ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ. ചേരിചേരാ നയം ഇന്ത്യയുടെ വിദേശ നയമാക്കിയ പ്രധാനമന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ഓപ്ഷൻ എ 1951 മുതൽ 56 വരെ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായി ചേർത്തിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി അനുച്ഛേദം 17 അയിത്തോച്ചാടനം. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം ഓപ്ഷൻ സി 21. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ഓപ്ഷൻ ബി 1946. അടുത്തായി നമുക്ക് മാത്സ് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നോക്കാം. 51ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ Y. 52 ഓപ്ഷൻ എ 0.9. 53 ഓപ്ഷൻ എ ചൊവ്വാഴ്ച. 54 ഓപ്ഷൻ സി 3. 55 ഓപ്ഷൻ എ 1000. 56 ഓപ്ഷൻ സി 125. 57 ഓപ്ഷൻ ഡി 8 മടങ്ങ്. 58 ഓപ്ഷൻ എ 13.53. 59 ഓപ്ഷൻ സി 90 ഡിഗ്രി. 60 ഓപ്ഷൻ സി -6. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ്. ദ ഹോഴ്സ് ആൻഡ് carriage dash at the door. Option C has been.
Fill up the blank with the suitable preposition. The cliff hangs dash the sea. Option D, over. Pick the wrong representation of the genitive case from the following. Option C, women's college. Pick the wrongly suffixed word from the list given below. Option B, quixotic. Pick the phrase that means to imagine from the following. Option A, think up. Pick the correct sentence from those given below. Option A, the river has overflowed its banks. Pick the appropriate question tag and complete the sentence. Monsoon clouds bring rain to Kerala. Dash question mark. Option B, don't they? Get up, smell the roses. We have a new day out there. Which among the following statements illustrate the idiom given in italics? Get up, smell the roses. Option C, to start the day by appreciating the pleasant aspects of life. Find the correctly written sentence from the following list. Option D, Reggie played the violin melodiously at the concert last evening. Which of the following sentence does not have a gerund? Option C, Emma was making pudding yesterday. അടുത്തതായി മലയാളം ചോദ്യങ്ങൾ. പോകട്ടെ എന്ന പദത്തിലെ പ്രകാര പ്രത്യയം. ഓപ്ഷൻ ഡി, അനുജ്ഞായകം. പൂക്കൾ എന്ന പദത്തിലെ സന്ധി. ഓപ്ഷൻ സി, ദ്വിത്വം. ശരിയായ വാക്യമേത്? ഓപ്ഷൻ സി, നടന്ന സംഭവം പിറ്റേന്ന് ഞാൻ അവരോട് പറഞ്ഞു. തൽപുരുഷ സമാസത്തിന് ഉദാഹരണം. ഓപ്ഷൻ എ, സംസാര സാഗരം. അലിംഗ ബഹുവചന പ്രത്യയം ഏതാണ്? ഓപ്ഷൻ ഡി, അർ. മൃണാളം എന്ന വാക്കിൻ്റെ അർത്ഥം. ഓപ്ഷൻ സി, താമര. ഭഗീരഥ പ്രയത്നം എന്നാൽ? ഓപ്ഷൻ സി, കഠിനാധ്വാനം. ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ സി, പ്രവൃത്തി. ഒരാളിന് ഈ 2 പുസ്തകം വീതം കൊടുക്കണം. ഈ വാക്യത്തിലെ ദോഷം. ഓപ്ഷൻ ഡി, പൗനരുക്ത്യം. പ്രാചീനത്തിൻ്റെ വിപരീത പദം. ഓപ്ഷൻ ബി, അർവാചീനം. അടുത്ത ചോദ്യം, എന്താണ് ഫിഷിംഗ്? ഓപ്ഷൻ സി, ഉപയോക്താവിനെ കബളിപ്പിച്ച് വിവരങ്ങളും പണവും തട്ടിയെടുക്കുന്ന പ്രവർത്തനം. ഉപയോഗപ്രദമായ സോഫ്റ്റ്വെയറായി തോന്നുകയും എന്നാൽ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യുകയോ പ്രവർത്തിപ്പിക്കുകയോ ചെയ്താൽ കമ്പ്യൂട്ടറിലെ ഡാറ്റയെ കേടുപാടുകൾ വരുത്തുന്ന കമ്പ്യൂട്ടർ വൈറസുകളാണ്. ഓപ്ഷൻ ഡി, ട്രോജൻ ഹോഴ്സ്. യൂണിവാക്കിൻ്റെ പൂർണ്ണരൂപം. ഓപ്ഷൻ എ, യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറുകളിൽ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസ് SSDയുടെ ഉപയോഗം എന്താണ്? ഓപ്ഷൻ ബി, ഓപ്പറേറ്റിംഗ് സിസ്റ്റവും സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷനുകളും സംഭരിക്കുന്നതിന്. ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങൾക്ക് ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് IP അഡ്രസ് നൽകുന്നത് എന്തിനാണ്? ഓപ്ഷൻ സി, കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലെ ഉപകരണങ്ങളെ കൃത്യമായി തിരിച്ചറിയുന്നതിന്. താഴെ പറയുന്നവയിൽ ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ഏതാണ്? ഓപ്ഷൻ ഡി, മൈക്രോസോഫ്റ്റ് ആക്സസ്. ഒരു നിബിൾ എത്ര ബിറ്റുകൾ ചേർന്നതാണ്? ഓപ്ഷൻ ഡി, 4. പ്രധാന മെമ്മറിക്കും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റിനും ഇടയിലുള്ള ഹൈ സ്പീഡ് മെമ്മറിയാണ്. ഓപ്ഷൻ ബി, കാഷ് മെമ്മറി. താഴെ പറയുന്നവയിൽ ഓപ്പൺ സോഴ്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ്? ഓപ്ഷൻ എ, ലിനക്സ്. ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ ലാനിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകൾ ബന്ധിപ്പിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഉപകരണമാണ്. ഓപ്ഷൻ സി, സ്വിച്ച്.
കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം കായംകുളം കൃഷ്ണപുരം കൊട്ടാരത്തിലാണുള്ളത്. ഈ ചിത്രം ഏത് കഥയെ ആസ്പദമാക്കിയുള്ളതാണ്? ഓപ്ഷൻ സി ഗജേന്ദ്രമോക്ഷം. യുനെസ്കോ പൈതൃക പട്ടികയിൽ അംഗീകരിക്കപ്പെട്ട കേരളത്തിലെ ക്ഷേത്രകല ഏതാണ്? ഓപ്ഷൻ എ കൂടിയാട്ടം. താഴെ പറയുന്നവരിൽ അദ്വൈത വേദാന്തത്തിന്റെ പ്രബോധകൻ ആരാണ്? ഓപ്ഷൻ സി ശങ്കരാചാര്യർ. കഥകളിയുടെ പുനരുജ്ജീവനത്തിൽ പ്രധാന പങ്കുവഹിച്ച കവി ആരാണ്? ഓപ്ഷൻ ബി വള്ളത്തോൾ നാരായണമേനോൻ. കേനോപനിഷത്ത് പ്രധാനമായും ഏത് വിഷയത്തെ പ്രതിപാദിക്കുന്നു? ഓപ്ഷൻ സി ബ്രഹ്മജ്ഞാനം. തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണ്? ഓപ്ഷൻ എ പരശുരാമൻ. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചന്ദ്രവളയം ഉപയോഗിച്ച് പാടുന്ന കാവ്യം ഏതാണ്? ഓപ്ഷൻ എ രാമകഥാപാട്ട്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന കേരളത്തിലെ ഒരു സുപ്രധാന ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ എ കൊട്ടിയൂർ ക്ഷേത്രം. വർഷത്തിലൊരിക്കൽ ചിത്ര പൗർണമി ദിനത്തിൽ മാത്രം നട തുറക്കുന്ന കേരളത്തിലെ കണ്ണകി ക്ഷേത്രം ഏതാണ്? ഓപ്ഷൻ ഡി മംഗളാദേവി ക്ഷേത്രം. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഭഗവതി കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെ 9 ദിവസങ്ങളിലായി നടത്തിവരുന്ന അനുഷ്ഠാന കലാവിശേഷം ഏതാണ്? ഓപ്ഷൻ ബി പൂരക്കളി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.